تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. തിൽക മേൽ പറയപ്പെട്ട കാര്യങ്ങൾ ഹുദൂദുല്ലാഹ് അല്ലാഹുവിന്റെ നിയമാതിർത്തികളാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ടാൽ യുദ്ഖിൽഹു ജന്നാത്ത് പടച്ചവൻ അവനെ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ അതിന്റെ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഖാലിദീന ഫീഹാ അതിൽ അവർ ശാശ്വതരായിരിക്കും. വദാലികൽ ഫൗസുൽ അദീം ഇതുതന്നെയാണ് മഹത്തരമായ വിജയം. വമൻ യഅസില്ലാഹ ആരെങ്കിലും അല്ലാഹുവിനെ എതിര് പ്രവർത്തിച്ചാൽ റസൂലഹു അല്ലാഹുവിന്റെ ദൂതനും എതിര് പ്രവർത്തിച്ചാൽ വയതഅദ്ദ ഹുദൂദഹു പടച്ചവന്റെ നിയമാതിർത്തിയെ ലംഘിച്ചാൽ യുദ്ഖിൽഹു പടച്ചവൻ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. നാറൻ നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഖാലിദൻ ഫീഹാ അവനതിൽ ശാശ്വതനായിരിക്കും. വലഹു അദാബും മുഹീൻ അവന് നിന്ദ്യമായ ശിക്ഷയുമുണ്ട്. ഒരു ഭാഗത്ത് തൊട്ടുമുമ്പ് അനന്തരാവകാശത്തിന്റെ നിയമം വളരെ വിശദമായും ഗൗരവമായും പടച്ചവൻ പറഞ്ഞു. അതിനു മുമ്പ് അനാഥരോടും സ്ത്രീകളോടുമുള്ള കടമകളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് വിവരിച്ചു. സൂറത്തിന്റെ ആദ്യ വചനത്തിൽ വൈവാഹിക ജീവിതത്തിന്റെ രാജപാതയെക്കുറിച്ച് വ്യക്തമാക്കി. പടച്ചവന്റെ ഈ സമുന്നതമായ നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ രണ്ട് വിഭാഗമാണ്. ഒന്ന്, ഇത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി എന്റെ പടച്ചവന്റെ കൽപ്പനയാണ്, എന്നെ നാളുകളെ നിയന്ത്രിക്കുന്നവന്റെ നിർദ്ദേശങ്ങളാണ് എന്ന് പറഞ്ഞ് ഇതിനെ ആദരവോടുകൂടി സ്വീകരിക്കുന്നവർ. രണ്ട്, പ്രസംഗമെല്ലാം കൊള്ളാം എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എവിടെ നടക്കാനാണ്, ആര് നടത്താനാണ്, അനന്തരാവകാശം വീതിക്കണം പോലും, അനാഥരെ കാണുമ്പോൾ ആദരിക്കണം പോലും, സ്ത്രീകളോട് നീതി കാണിക്കണം പോലും, വൈവാഹിക ജീവിതം വലിയ സൂക്ഷ്മതയോടെ കഴിച്ചുകൂട്ടണം പോലും, എന്നെ കൊണ്ടൊന്നും പറ്റുകയില്ല. അള്ളാഹു ഈ രണ്ട് വിഭാഗം ആളുകളുടെ അവസ്ഥകളും അവരുടെ അന്ത്യങ്ങളും വിവരിക്കുകയാണ്. തിൽക ഹുദൂദുല്ലാഹ് ഇത് അള്ളാഹുവിന്റെ നിയമാതിർത്തികളാണ്. പടച്ചവൻ വരച്ച് കാണിച്ചു തന്ന ജീവിതത്തിന്റെ മാർഗമാണ്. ഓരോ രാജ്യത്തിനും അതിർത്തികളുണ്ട്, ഓരോ സ്ഥാപനങ്ങൾക്കും അതിർത്തികളുണ്ട്. അതിന്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടുക എന്നത് ആ രാജ്യത്തിന്റെ ആളുകളുടെ മേൽ, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരുടെ മേൽ കടമയാണ്, കർത്തവ്യമാണ്. ഇതുപോലെ ഒരു ദാസന്റെ ബാധ്യത
പടച്ചവൻ നിശ്ചയിച്ചു തന്ന നിയമത്തിന് ഉള്ളിൽ കഴിയുക എന്നതാണ്. തിൽക ഹുദൂദുല്ലാഹ് വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്ത്. ഏതെല്ലാം സൗഭാഗ്യവാന്മാർ, കരുണാവാരിധിയായ റബ്ബ് നമ്മെ അതിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പാലിച്ചു, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പാലിച്ചു. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച കാര്യങ്ങളും മാനിച്ചു പാലിച്ചു. യുദ്ഖിൽഹു ജന്നാത്ത്, പടച്ചവൻ അവനെ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്ത് കൂടി അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഖാലിദീന ഫീഹാ, ഈ ആരാമത്തിൽ അവർ ശാശ്വതരായി വസിക്കുന്നതാണ്. മനുഷ്യർ 3 വിഭാഗം. ഒന്ന്, ആരാമമൊന്നും കിട്ടുന്നേയില്ല, സാധു. ചിലർക്ക് ആരാമം കിട്ടും, പക്ഷെ മരണത്തോടുകൂടി അവസാനിക്കും. അള്ളാഹു വയനാട്ടിലെ സഹോദരി സഹോദരന്മാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ സ്വർഗീയ ആരാമങ്ങളിലാണ് കഴിഞ്ഞിരുന്നത്. പാതിരാത്രിയുടെ ഇടയിൽ കടുത്ത പ്രളയം വന്നു. ആ സാധുക്കളും അവരുടെ വീടുകളും ഒഴുകിപ്പോയി. ഇത് ഒന്നാമത്തതിനേക്കാളും വളരെ കഷ്ടം. മൂന്നാമത്തെയുണ്ട്. അള്ളാഹു നമ്മുടെ അതിൽ പെടുത്തുമാറാകട്ടെ. സ്വർഗീയ ആരാമങ്ങൾ, ഖാലിദീന ഫീഹാ, അതിൽ 3 ദിവസത്തേക്കല്ല, അതിൽ 63 വർഷത്തേക്കല്ല, കാലാകാലം മനുഷ്യൻ കഴിയുന്നതാണ്. രാവുകളും പകലുകളും അവിടെ കഴിച്ചുകൂട്ടുന്നതാണ്. വദാലിക്കൽ ഫൗസുൽ അദീം, ഇത് തന്നെയാണ് വമ്പിച്ച വിജയം. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, വല്ലവരുടെയും അനന്തര സമ്പത്ത് കട്ടെടുത്തു, വല്ല അനാഥന്റെയും സമ്പത്ത് കട്ടെടുത്തു, വല്ല പെണ്ണിനെയും ദ്രോഹിച്ചു, പ്രയാസപ്പെടുത്തി, മോഷ്ടിച്ചു, അക്രമങ്ങൾ കാണിച്ചു, അതിലെന്തെങ്കിലും കിട്ടിയാൽ തന്നെ അത് താൽക്കാലികം, പക്ഷേ കാലാകാലം നരകിക്കേണ്ടി വരും. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുവട്ടടികളെ പിൻപറ്റി പണ്ഡിതന്മാര് പറയുന്ന കാര്യങ്ങൾ കേട്ടു അനുസരിച്ചു, അങ്ങനെ ആരെങ്കിലും കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പേരുദോഷമുണ്ടാകും, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതം സ്വർഗീയമായിരിക്കും. എന്നല്ല സഹോദരങ്ങളെ, ആ മരണത്തിന് ശേഷമുള്ള സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ ലോകത്തും വലിയ സമാധാനവും ശാന്തിയും ലഭിക്കുന്നതാണ്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലിക്കൽ ഫൗസുൽ അദീം, ഇത് തന്നെയാണ് വമ്പിച്ച വിജയം. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. വമൻ, ആരെങ്കിലും യഅസില്ലാ, പടച്ചവനെ ധിക്കരിച്ചു, വറസൂലഹു, പ്രവാചകനെയും ധിക്കരിച്ചു, സ്നേഹനിധിയായ അല്ലാഹ്, രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന അല്ലാഹ്, വിജയപരാജയങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന രക്ഷിതാവ്, അവന്റെ നിയമാതിർത്തികളെ ലംഘിച്ചു. വറസൂലഹു, ആ രാജപാതയിലൂടെ സഞ്ചരിച്ച് കാണിച്ചു തന്ന മഹാനായ പ്രവാചകന്റെ മാർഗത്തെ ആരെങ്കിലും ധിക്കരിച്ചു, വയതഹദ്ദ ഹുദൂദഹു, എന്നിട്ട് അള്ളാഹുവിന്റെ പരിധികളെ അവൻ ഉല്ലംഘിക്കുകയുണ്ടായി. എന്നെ കൊണ്ടൊന്നും പറ്റില്ല റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ. ഞാൻ പുഴയിൽ കൂടെ ഓടിക്കും, ഞാൻ ചെളിയിൽ കൂടെ ഓടിക്കും. അങ്ങനെ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും മനസ്ഥിതി പുലർത്തിയവൻ യുദ്ഖിൽഹു നാറാ, പടച്ചവനവനെ കഴുത്തിൽ പിടിച്ച് നരകത്തിലേക്ക് കയറ്റുന്നതാണ്. ഖാലിദൻ ഫീഹാ,
അവന് ആ നരകത്തിൽ കാലാകാലം കഴിയുന്നതാണ്. വലഹു അദാബും മുഹീൻ, അവന് നിന്ദ്യമായ ശിക്ഷയുണ്ടാകുന്നതാണ്. പരിശുദ്ധ ഖുർആനിന്റെ സാധാരണ ശൈലി വിശേഷമാണ് പ്രധാനപ്പെട്ട വിശ്വാസങ്ങളും കൽപ്പനകളും നടത്തിയതിനു ശേഷം അള്ളാഹു സ്വർഗ നരകങ്ങളെ കുറിച്ച് ഉണർത്തും. അന്ത്യത്തെപ്പറ്റി ഓർക്കണം. ഒരു വിദ്യാർത്ഥിയുടെ പഠനം ശരിയാകുന്നത് പരീക്ഷയെപ്പറ്റിയും അതിനുശേഷമുള്ള വിജയത്തിന്റെ മഹത്വത്തെക്കുറിച്ചും പരാജയത്തിന്റെ നിന്ദതയെക്കുറിച്ചും ഓർമ്മിക്കുമ്പോഴാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ മഹത്വം ആ മത്സരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴും പ്രത്യേകിച്ചും മത്സരത്തിന് ഇടയിലും ഞാൻ കടമകൾ പാലിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെള്ളി കിട്ടും, സ്വർണം കിട്ടും, വിജയം കിട്ടും എന്നുള്ള ആഗ്രഹവും അതുപോലെ ലംഘനങ്ങൾ വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ എന്റെ വിജയം തന്നെ അവതാളത്തിലാകുമെന്ന ഭയവുമാണ്. وَمَن يُطِعِ اللَّهَ وَرَسُولَهُ يُدْخِلْهُ جَنَّاتٍ. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നു, ഈ ആയത്ത് എപ്പോഴും ഓർമ്മ വേണം, എപ്പോഴും ചിന്തയിൽ വേണം, നിരന്തരം വിചാരത്തിൽ വേണം. കാരണം ഭൗതികമായ കയറ്റിറക്കങ്ങൾക്കിടയിൽ പലപ്പോഴും മരണാനന്തര കാര്യങ്ങൾ മറന്നുപോകും. وَمَن يُطِعِ اللَّهَ وَرَسُولَهُ يُدْخِلْهُ جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ. അല്ലാഹുവിനെയും ദൂതനെയും വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഉന്നതമായ സ്വർഗീയ ആരാമങ്ങളുണ്ട്. ആരാമങ്ങൾ മാത്രമല്ല, അരുവികളുമുണ്ട്. വെറും ആരാമങ്ങളും അരുവികളും മാത്രമല്ല, ശാശ്വതമായ ആരാമ അരുവികളുണ്ട്. വദാലികൽ ഫൗസുൽ അദീം വമൻ യഅസില്ലാഹ വറസൂലഹു. അല്ലാഹുവിന്റെയും റസൂലിന്റെയും നിയമാതിർത്തികളെ ആരെങ്കിലും ലംഘിച്ചാൽ, ആരെങ്കിലും ധിഖരിച്ചാൽ, വയതഹദ്ദ ഹുദൂദഹു എടുത്തു പറയുന്നു, അള്ളാഹു വരച്ചു കാട്ടിയ നിയമാതിർത്തികളെ ലംഘിച്ചാൽ എത്ര വിവരണമാണ് പടച്ചവന് അനന്തരാവകാശം വീതിക്കാൻ വേണ്ടി. ആരെങ്കിലും ഈ നിയമാതിർത്തികൾ ലംഘിച്ചാൽ യുദ്ഖിൽഹു നാറാ, സർവശക്തനായ പടച്ചവൻ, സർവാധികാരിയായ രക്ഷിതാവ്, എല്ലാം നിയന്ത്രിക്കുന്ന ഏകനായ പടച്ചവൻ അവൻ നരകത്തിലേക്ക് തള്ളിക്കയറ്റുന്നതാണ്. ഖാലിദൻ ഫിഹാ, അവിടെ അവൻ ശാശ്വതമായി കഴിയും. വലഹു അദാബും മുഹീൻ, അവനവിടെ നിന്ദ്യമായ ശിക്ഷയുണ്ട്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു. ആ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിശ്വാസവും കർമ്മവും സ്വഭാവവും നീയത്തും ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ നിന്നോട് നരകത്തെ തൊട്ടും കാവൽ തേടുന്നു. ആ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ദുഷിച്ച വിശ്വാസം, ദുഷ്കർമ്മം, അതുപോലെ ദുസ്വഭാവം, മോശമായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനേ.